തങ്ങൾ ഒരു ആണവരാജ്യമാണെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ അവസാനിക്കുകയാണോ? പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധ ശേഖരങ്ങളുള്ളത് കിർണ ഹില്ലുകളിലാണ്. ഇവിടെയാണ് അണ്ടർഗ്രൗണ്ട് ആയുധശേഖരമുള്ളത്. ബങ്കറുകളെ ആക്രമിക്കാൻ കഴിയുന്ന വളരെയേറെ കൃത്യതയുള്ള ആക്രമണമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയതെന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. ലോകത്തിലാദ്യമായി ഒരു ആണവരാജ്യം ആണവായുധം സൂക്ഷിച്ച സ്ഥലം തന്നെ ആക്രമണ വിധേയമായി. സാധാരണഗതിയിൽ വളരെയേറെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നത്. അത് തകർക്കുക എളുപ്പമല്ല. അതേസമയം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശീതയുദ്ധത്തിനിടയിൽ ഡസൻ കണക്കിന് ആണവായുധങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. പർവ്വതങ്ങൾക്കടുത്ത് സ്ഥാപിക്കുന്നത് കൊണ്ട് ലീക്ക് ഉണ്ടായാലും റേഡിയേഷൻ കുറയ്ക്കാൻ ഇതുവഴി കഴിയും. ആദ്യം അതിർത്തിയിലുള്ള നേരിയ സംഘർഷമായാണ് ഭീകര കേന്ദ്രങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ആക്രമണത്തെ അമേരിക്ക കണ്ടിരുന്നത്. എന്നാൽ മിലിറ്ററി കേന്ദ്രങ്ങൾ മാത്രമല്ല, പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ വരെ ഇന്ത്യ കൃത്യമായ ആക്രമണങ്ങളിലൂടെ നശിപ്പിച്ചു. മിനിറ്റുകൾക്കകം ഏറ്റവും തന്ത്രപ്രധാനമായ ഇസ്ലാമാബാദിനടുത്ത നൂർഖാൻ താവളം ഉൾപ്പെടെ 11 പാകിസ്ഥാൻ വ്യോമതാവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യയുടെ കൃത്യമായ ആക്രമണം പാകിസ്ഥാനെയും അവരുടെ അന്താരാഷ്ട്ര കൂട്ടാളികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ആണവരാജ്യം എന്ന് വാദിക്കാൻ പാകിസ്ഥാന് കഴിയുമോ? 65ലും 71ലും ഇന്ത്യക്ക് കീഴടങ്ങിയ പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തിയത് ആണവരാജ്യം എന്ന പുകമറ കൂടി ഉപയോഗിച്ചായിരുന്നു. അതും ഇന്ത്യ തകർത്തിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്.